Assalamu alaikum. Hi, my dear students. How are you? All of you fine? MashaAllah. Mabruk. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നതായിരുന്നു. യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും ചരിത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യാക്കൂബ് നബിയും യൂസുഫ് നബിയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിരുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ അകപ്പെട്ടു. ആ ജയിലിൽ നിന്നും യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് മാന്യമായി ജയിലിൽ നിന്നും പുറത്തു വരികയും രാജകൊട്ടാരത്തിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടതുമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 12ാം അധ്യായത്തിൽ ഉപ്പയും ഉമ്മയും 11 സഹോദരന്മാരും എന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ 12ാമത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. ഉപ്പയും ഉമ്മയും 11 സഹോദരന്മാരും എന്നതാണ് അധ്യായത്തിന്റെ പേര്. ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥനായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചു. രാജകൊട്ടാരത്തിലെ മുഴുവനായ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവനായി യൂസുഫ് നബി അലൈഹി ഇസ്ലാം മാറിക്കഴിഞ്ഞു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി യൂസുഫ് അലൈഹി ഇസ്ലാം അവിടെ ജീവിച്ചു. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. രാജ്യത്താകമാനം ക്ഷാമം പിടിപെട്ടു. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ സ്വദേശമായ ഫലസ്തീനിലും ക്ഷാമം പിടിപെട്ടു. ഈജിപ്തിൽ മാത്രമാണ് ന്യായവിലക്ക് ഭക്ഷണം കിട്ടുന്നുള്ളൂ. ആ വിവരം ഫലസ്തീനിലെ ആളുകളും കേട്ടറിയുകയും, പക്ഷേ ഒരുപാട് ദൂരം ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ അവിടെ എത്തിപ്പെടും? വിശപ്പും പട്ടിണിയൊക്കെ സഹിച്ച് നമുക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ സാധിക്കും എന്നൊക്കെ അവർ വിചാരിക്കുകയും, ഏതായാലും അവർ ഫലസ്തീനിൽ നിന്നും വലിയ ഒരു സംഘം ഈജിപ്തിലേക്ക് പോവാൻ തീരുമാനിക്കുകയും, അക്കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ സഹോദരന്മാരും പോവാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ ഈജിപ്തിലെ രാജകൊട്ടാരത്തിലെത്തി ഭക്ഷണം ശേഖരിക്കുന്നതിനു വേണ്ടി അവർ ലൈൻ നിൽക്കുകയാണ്, വരി നിൽക്കുകയാണ്. അക്കൂട്ടത്തിനിടയിൽ യൂസുഫ് നബി അലൈഹി സ്വലാം തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിയുകയും അവരുടെ അടുത്തെത്തി അവരോട് ചില കുശലാന്വേഷണങ്ങൾ നടത്തി. അവരുടെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളുമൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ
സഹോദരന്മാർ, ഞങ്ങൾക്ക് ചെറിയ ഒരു സഹോദരൻ കൂടിയുണ്ട് എന്ന് അവർ പറയുകയും ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത വർഷം വരുമ്പോൾ അവനും കൂടെ കൂട്ടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ ശേഖരിച്ച് അവരുടെ സ്വന്തം നാട്ടിലെത്തി. പിതാവിനോട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ചും, അതായത് ഈജിപ്തിലെ ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് അവർക്ക് വളരെ ഇഷ്ടമായി അദ്ദേഹത്തിന്റെ പെരുമാറ്റം. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു, ഈ സഹോദരന്മാർക്ക് അറിയില്ല ഇത് യൂസുഫാണ് എന്നുള്ളത്. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മേന്മകളെക്കുറിച്ചൊക്കെ, നന്മകളെക്കുറിച്ചൊക്കെ യാക്കൂബ് നബിയോട് സഹോദരന്മാർ പറഞ്ഞു. അങ്ങനെ അവര് ഇനി സ്വന്തം സഹോദരൻ ബിനിയാമിനെ അടുത്ത വർഷം കൊണ്ട് പോവണല്ലോ, അതിന് പിതാവിനോട് എങ്ങനെ നമ്മൾ ആവശ്യപ്പെടും? കാരണം യൂസുഫിനെ തന്നെ കൊണ്ടുപോയി യൂസുഫ് നഷ്ടപ്പെട്ട ആ ദുഃഖത്തിൽ കരഞ്ഞ് യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ കണ്ണിന്റെ കാഴ്ചകൾ പോലും നഷ്ടപ്പെട്ട് ദുഃഖിതനായിരിക്കുന്ന ആ പിതാവിനോട് എങ്ങനെ ഈ കാര്യം പറയും എന്നൊക്കെ അവർ ആലോചിക്കുകയും, എന്നിരുന്നാലും ഇത് പറയണല്ലോ എന്ന് കരുതി അവർ പിതാവിനോട് പറഞ്ഞു. അടുത്ത വർഷം ചെല്ലുമ്പോൾ ബിന്യാമിനെയും കൂടെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിതാവ് പറഞ്ഞു, ഒരിക്കലും ഞാൻ അവനെ വിട്ടുതരില്ല എന്ന് വാശി പിടിച്ചു. പക്ഷേ ഈ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ സത്യം ചെയ്തു പറഞ്ഞു, യൂസുഫിന് സംഭവിച്ചതുപോലെ ഒരിക്കലും സംഭവിക്കുകയില്ല വാപ്പ എന്ന് സത്യം ചെയ്തു പറയുകയും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി പിതാവ് ബിന്യാമീനെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. അവർക്ക് ശക്തമായ താക്കീത് നൽകി, ഒരിക്കലും യൂസുഫിന് സംഭവിച്ചതുപോലെ സംഭവിക്കരുത് എന്ന് ശക്തമായ താക്കീത് നൽകി. ഇങ്ങനെ യൂസുഫിന്റെ സഹോദരന്മാർ രണ്ടാം പ്രാവശ്യം ഈജിപ്തിലെത്തി. അവരുടെ കൂടെ അവരുടെ സഹോദരൻ ബിന്യാമീനും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഇടയിൽ നിന്നും ബിന്യാമീനെ യൂസുഫ് വിളിക്കുകയും കുടുംബവിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ബിന്യാമീനോട് ചില രഹസ്യങ്ങളൊക്കെ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിന് ബിന്യാമീനെ ഇവിടെ നിർത്തണം, അതിന് ഇനി എന്താണ് ഒരു വഴി, എങ്ങനെ ഈ സഹോദരന്മാർ അറിയാതെ അവനെ ഇവിടെ നിർത്തും എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ബിന്യാമിനോട് പറഞ്ഞ രഹസ്യങ്ങളൊന്നും സഹോദരന്മാർക്കറിയില്ല. അങ്ങനെ അല്ലാഹു ഒരു സൂത്രം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ തോന്നിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം രാജകൊട്ടാരത്തിലെ വേലക്കാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ചരക്കിൽ, ബിന്യാമീൻ അറിയാതെ ഇദ്ദേഹത്തിന്റെ ചരക്കിൽ ഒരു പാത്രം ഒളിപ്പിച്ചു വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹോദരന്മാർ ഭക്ഷ്യവസ്തുക്കളൊക്കെ ശേഖരിച്ച് അവർ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു,
ഒരാളും പോവരുത്. ഇവിടെ നിന്നും ഒരു പാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും ചരക്കുകൾ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുകയും അങ്ങനെ ചരക്കുകളൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് ബിന്യാമീന്റെ ചരക്കിൽ നിന്നും ഈ പാത്രം കിട്ടുകയും കളവ് നടത്തിയ ആളെ ഒരിക്കലും ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വിടാൻ സാധിക്കുകയില്ല, കളവ് നടത്തിയ ആളെ ഇവിടെ നിർത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് സഹോദരന്മാർ ആകെ പരിഭ്രാന്തരായി. കാരണം പിതാവ് യൂസുഫിനെ നഷ്ടപ്പെട്ട സങ്കടത്തിലായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള പിതാവിനോട് ഒരിക്കലും യൂസുഫിന് സംഭവിച്ചതുപോലെ ബിന്യാമീൻ സംഭവിക്കുകയില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോരുന്നത്. ആ പിതാവിൻ്റെ മുമ്പിൽ എന്ത് പറയും എന്നവർ അന്താളിച്ചു നിൽക്കുകയും അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ നിങ്ങളിവിടെ നിർത്തിക്കോളൂ, പക്ഷെ ഞങ്ങൾക്ക് വയസ്സായ ഒരു പിതാവാണുള്ളത്. ആ പിതാവിന് ഒരിക്കലും ഈ അനിയനെ വിട്ടുപിരിഞ്ഞ് നിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങളിൽ ആരെ വേണമെങ്കിലും ഇവിടെ നിങ്ങൾ തടഞ്ഞു നിർത്തിക്കോളൂ, അദ്ദേഹത്തെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞു. സമയത്ത് പറഞ്ഞു, കളവ് നടത്തിയത് ആരാണോ അവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഒരിക്കലും ഞങ്ങൾക്ക് വിട്ടുതരാൻ ഒരിക്കലും ഇവനെ വിട്ടുതരില്ല എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ അവർ ഭക്ഷണച്ചരക്കുമായി ഫലസ്തീനിലെത്തി. അനിയൻ നഷ്ടപ്പെട്ട അവരും വളരെ ദുഃഖത്തിലാണ്. പിതാവിൻ്റെ മുമ്പിൽ എങ്ങനെ ചെല്ലും? അങ്ങനെ അവർ മടിച്ച് പിതാവിൻ്റെ മുമ്പിലെത്തുകയും യാക്കോബ് നബിയോട് അവർ പറഞ്ഞു, നിങ്ങളുടെ ഇളയ മകൻ കളവ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് രാജകൊട്ടാരത്തിൽ അവനെ ബന്ധസ്ഥനാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിതാവിൻ്റെ ദുഃഖം കൂടുതൽ വർദ്ധിച്ചു. കാരണം യൂസുഫ് എന്ന മകൻ നഷ്ടപ്പെട്ടതിൽ തന്നെ കരഞ്ഞ് ദുഃഖിച്ച് കണ്ണിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മകനും നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദുഃഖം എത്രമാത്രം ഉണ്ടായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതായിരുന്നാലും ക്ഷമിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ? യൂസുഫ് നബി അലൈഹി സ്വലാം എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ക്ഷമ കൈകൊണ്ടു. എന്നെങ്കിലുമൊക്കെ എനിക്കെൻ്റെ രണ്ട് മക്കളെയും തിരിച്ചു കിട്ടുമെന്ന് സമാധാനിക്കുകയും, അള്ളാഹു ആണല്ലോ ഏറ്റവും വലിയവൻ, അവൻ കാരുണ്യവാനാണ്, അതുകൊണ്ട് എന്നെങ്കിലുമൊക്കെ എൻ്റെ മക്കളെ എനിക്ക് റബ്ബ് തിരിച്ചു തരും എന്ന ആശ്വാസത്തോടുകൂടി സമാധാനിച്ചു. അങ്ങനെ സഹോദരന്മാർ മൂന്നാമത്തെ പ്രാവശ്യവും ഈജിപ്തിൽ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി എത്തി. ആ സമയത്ത് യൂസുഫ് അവരുമായി കൂടുതൽ നേരം സംസാരത്തിലേർപ്പെട്ടു. അങ്ങനെ ആ സംസാരത്തിനിടയിൽ സഹോദരന്മാർക്ക് യൂസുഫിന് മനസ്സിലായി, മുമ്പ് നമ്മൾ കിണറ്റിലേക്ക് ഉന്തിയിട്ട സഹോദരനാണല്ലോ ഇദ്ദേഹം, നമ്മുടെ യൂസുഫാണല്ലോ എന്നവർക്ക് മനസ്സിലാവുകയും, നോക്കൂ നിങ്ങൾ, ആ സമയത്ത് എന്തായിരിക്കും അവർക്ക് അവരുടെ ചിന്ത, അല്ലെങ്കിൽ അവർ എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആലോചിച്ചു നോക്കൂ. അങ്ങനെ സഹോദരന്മാർ അവരുടെ കുറ്റം സമ്മതിച്ചു.
അവര് ഒരുപാട് ഖേദിച്ചു. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങൾ ഖേദിക്കേണ്ട എന്ന് പറഞ്ഞ് യൂസുഫ് നബി അവരെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു കുപ്പായം എടുത്തിട്ട് അവരോട് പറഞ്ഞു, ഇതെൻ്റെ കുപ്പായമാണ്, ഇത് നിങ്ങൾ കൊണ്ടുപോകണം, കൊണ്ടുപോയിട്ട് ഉപ്പയുടെ മുഖത്തിടണം, ഉപ്പയോട് വിവരങ്ങളൊക്കെ നിങ്ങൾ പറയണം. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ഉപ്പയെയും ഉമ്മയെയും നിങ്ങളുടെ കൂടെ കൂട്ടി കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ സഹോദരന്മാർ ചരക്കുമായി ഫലസ്തീനിലെത്തി. യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് ആവശ്യപ്പെട്ടതുപോലെ ആ കുപ്പായം പിതാവിൻ്റെ മുഖത്തിട്ടു. ആ സമയത്ത് അവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. പിതാവിൻ്റെ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. യാക്കൂബ് നബി അലൈഹി സ്വലാം അതിയായി സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. മക്കളും സന്തോഷിച്ചു. മക്കൾക്കും വളരെ ആഹ്ലാദമായി. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്നും എനിക്കറിയാമല്ലോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ മക്കൾ ചെയ്ത തെറ്റിന് പിതാവിനോട് ക്ഷമ ചോദിച്ചു. മക്കൾ പറഞ്ഞു, ഉപ്പ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പിതാവിനോട് അവർ പറയുകയും ചെയ്തു. അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാമും സഹോദരന്മാരുമൊക്കെ ഈജിപ്തിലെത്തി. എല്ലാവരെയും ഒരുമിച്ച് കണ്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന് അതിയായ സന്തോഷമുണ്ടായി. തൻ്റെ ഉപ്പയെയും ഉമ്മയെയും കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് അവരെ രാജപീഠത്തിൽ കൊണ്ടേയിരുത്തി. ആ സമയത്ത് അവര് യൂസുഫിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തു. യൂസുഫ് പറഞ്ഞു, ഉപ്പ, ഞാൻ ചെറുപ്പത്തിൽ കണ്ട ആ സ്വപ്നം ഇതാ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഭരണാധികാരത്തിൽ നിന്ന് നൽകുകയും സ്വപ്നവാർത്തകളുടെ വിശദീകരണത്തിൽ നിന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ, നീ ഇഹത്തിലും പരത്തിലും എൻ്റെ രക്ഷാധികാരിയാകും. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന്. ഇങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ യാഥാർത്ഥ്യമായ ചരിത്രങ്ങളാണ്. ഈ സംഭവ ചരിത്രങ്ങളിൽ നിന്നുമൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? നാം മാതാപിതാക്കളെ ആദരിക്കണം, ബഹുമാനിക്കണം, അല്ലാഹുവിനോട് നന്ദിയുള്ള അടിമകളായി നമ്മൾ മാറണം എന്നൊക്കെയാണ് ഇത്തരം ചരിത്രങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊക്കെ നന്ദിയുള്ള അടിമകളായി മാറാൻ നമ്മൾ ശ്രമിക്കണം. അത്തരം നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.